പാലാ നഗരസഭയിലെ കോൺഗ്രസിന്റെ വിമത നേതാവായ ടോണി തൈപ്പറമ്പിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ടോണിയുടെ നേതൃത്വത്തിലായിരുന്നു LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് അങ്ങനെയാണ് ഭരണസമിതി താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ UDF പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് നിങ്ങൾക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞിരുന്നു? ഇങ്ങനെ ഇന്നലെ വാർത്തകളിൽ കണ്ടായിരുന്നു DC പ്രസിഡന്റ് പറയുന്നത്, ബഹുമാനപ്പെട്ട നട സുരേഷ് ചേട്ടൻ പറയുന്ന കേട്ടു ഇങ്ങനെ കേസിന് പോകുമെന്ന്. വിഷമമുണ്ട്, കാരണം നമ്മളൊരു കോൺഗ്രസ്സുകാരാണ്, അടിമുടി കോൺഗ്രസ്സുകാരാണല്ലോ, ഹൃദയം കൊണ്ടും എല്ലാം കോൺഗ്രസ്സുകാരാണ്. പക്ഷേ കോൺഗ്രസ് ഞങ്ങൾ ചതിച്ചതല്ല, സ്വതന്ത്ര മുന്നണി എന്ന് പറയുന്നതിനോടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ വിപ്പ് ലംഘിച്ചെന്ന് പറയുന്നുണ്ട്, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നിങ്ങൾക്ക് വിപ്പ് കിട്ടിയിരുന്നോ? നിലവിൽ ഞങ്ങൾക്ക് വിപ്പ് കിട്ടിയിട്ടില്ല, വിപ്പ് കിട്ടിയില്ല. അതുമാത്രമല്ല, ഇവിടെ സെക്രട്ടറി ഇവിടെ സാധാരണ ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ 11 മണിക്കാണെങ്കിൽ 11 മണിക്ക് മുമ്പ് സെക്രട്ടറി വായിച്ച് കേൾപ്പിക്കേണ്ടത്, അതും കിട്ടിയില്ലാത്തവരുടെ സ്ഥിതിക്ക് വിപ്പ് ഇത് ബാധകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഒരു കോൺഗ്രസ്സുകാരാണ്, ആ കോൺഗ്രസിന്റെ വികാരം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. നാട്ടം സുരേഷിനോട് ഈ പ്രശ്നത്തിനൊക്കെ ശേഷം നാട്ടം സുരേഷിനോടോ DCCയുടെ നേതാക്കളോടോ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളോടോ സംസാരിച്ചിരുന്നു? നിലവിൽ ഇതുവരെ സംസാരിച്ചില്ല, കാരണം സംസാരിക്കാൻ അവരെ കാണാനും പറ്റിയില്ല, അവരെല്ലാം തിരക്കുള്ളവരല്ലേ, അപ്പോൾ അവരെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ ഇപ്പോൾ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, അവർ പോയെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? അത് പുള്ളിക്കാരിക്ക് ആദ്യത്തെ ടൈം വേണമെന്ന് പറഞ്ഞു, പക്ഷേ ആ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമില്ല. അപ്പോൾ എല്ലാവരും എലിജിബിൾ ആയിട്ടുള്ളവർ തന്നെയാണ്. അപ്പം മായരാഹുലിനോട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആദ്യത്തെ ടൈം, ആ ടൈം അനുസരിച്ച് മായരാഹുലിന് കൊടുത്തു. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അവരങ്ങോട്ട് പോയില്ല. ഇപ്പം ഈ പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് DYFIക്ക് ഒരു സമ്മേളനം നടത്താനായിട്ട് കൊട്ടാരമറ്റത്ത് സ്റ്റാൻഡ് അത് അനുവദിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അതേ DYFIയുടെ അല്ലെങ്കിൽ അതേ CPMകാർ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ പിന്തുണച്ച് നിൽക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മളൊരു മുന്നണിയുടെ ഭാഗമായിട്ടല്ലല്ലോ ഇപ്പം നിൽക്കുന്നത്, ഇപ്പോൾ സ്വതന്ത്രരായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു സ്വതന്ത്ര മുന്നണി പോലെയാണ് ഞങ്ങളിപ്പം നിലകൊള്ളുന്നത്. 4 പേര് ഒരൊറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനകത്തൊരു ആക്ഷേപം പറയാൻ പറ്റില്ല, കാരണം ആര് പിന്തുണ തന്നാലും അവരെ മേടിക്കും. ഇപ്പോൾ UDFിലുള്ളവർ എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വോട്ടുകൾ, എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് വോട്ട് കിട്ടിയാൽ ആ വോട്ട് മേടിക്കും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എന്തെങ്കിലും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇല്ല, ഒരു കാരണവശാലും ഒരു ആശങ്കയും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളിത് ദൂരീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതൊരു ഒരുമിച്ച് പറഞ്ഞ് തീർത്ത് ഈ പ്രശ്നം തീർക്കുന്നതാണ്. അപ്പം 19 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണസമിതി അധികാരത്തിൽ വരും തന്നെയാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരിക്കും. അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പാലായുടെ വികസനത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പൊതുവെ ഈ വിഷയം ഇങ്ങനെ നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇപ്പം ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ടോണി തൈപ്പറമ്പിലിന് പുളിക്കക്കണ്ടം കുടുംബവുമായിട്ട് എന്താണ് ഇത്ര ശത്രുത, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? ടോണി തൈപ്പറമ്പിന് ഒരു പ്രശ്നങ്ങളും പുളിക്കക്കണ്ട കുടുംബമായിട്ടില്ല. പക്ഷേ ഞങ്ങളിവിടെ ഭരണത്തിൽ നിലനിന്നിട്ടിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടു. ഒട്ടനവധി പ്രശ്നം, പുല്ലുവെട്ട് തൊട്ട് ഇവിടെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെ പോലും ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ അവർക്കെതിരെ നിന്നത്. അല്ലാതെ വ്യക്തിപരമായ ഒരു വൈരാഗ്യം അവരോട് ഇന്ന് കണ്ടപ്പോഴും ചിരിച്ചു കാണിച്ചവർ തന്നെയാണ്. പക്ഷേ നമ്മളുടെ പ്രവർത്തനങ്ങൾ, അതായത് പാലാ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഹനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇതിനെതിരായി നിന്നത്. തീർച്ചയായിട്ടും നിലപാടുകൾ വ്യക്തമാക്കിയായിരുന്നു കോൺഗ്രസിന്റെ വിമത കൗൺസിലറായ ടോണി തൈപ്പറമ്പിൽ. വരാനിരിക്കുന്ന 19 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മായാരാഹുലിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ക്യാമറമാൻ അനന്തു സുരേഷിനൊപ്പം ജ്യോതിഷ് ടി മോഹനൻ, മീഡിയ 1 കോട്ടയം.